ഞാൻ സ്നേഹത്തോടെ തയ്യാറാക്കിയത് ദൈവകൃപയാൽ നയിക്കപ്പെട്ടത് എൻ്റെ അടുക്കളയിൽ നിങ്ങളുടെ ഹൃദയത്തിലേക്ക്. നമ്മൾ മലയാളികൾ ലോകത്തിന്റെ ഏതു ഭാഗത്താണെങ്കിലും നമ്മുടെ സ്വന്തം ഭക്ഷണം ഉണ്ടാക്കി കഴിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. എത്ര സമയമില്ലെങ്കിലും നമ്മൾ അതിനു വേണ്ടിയിട്ട് സമയം കണ്ടെത്താറുമുണ്ട്. എപ്പോഴും ഇല്ലെങ്കിൽ തന്നെയും ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ നമ്മുടെ ഫുഡ് ഉണ്ടാക്കാറുമുണ്ട്. അപ്പൊ ഇന്നത്തെ എൻ്റെ റെസിപ്പി അതുപോലെ നമ്മൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. അതായത് പച്ചക്കപ്പ വേവിച്ചതും പച്ചമീൻ മാങ്ങാക്കറിയുമാണ്. നമുക്ക് പെട്ടെന്ന് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പം നമ്മുടെ മീൻ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് മീൻ കറി വെക്കണം. ഇനി അതുപോലെ തന്നെ കപ്പ വേവിക്കാൻ വെച്ചിട്ടുണ്ട്, അതും ഉണ്ടാക്കണം പെട്ടെന്ന്. അപ്പം മീൻ കറി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് പാൻ ചൂടാക്കി അതിനകത്തേക്ക് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് കടുകും ഉലുവയും ചേർത്ത് കൊടുക്കാം. എണ്ണ ചൂടായി കടുകും ഉലുവയും പൊട്ടി വന്നപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് ഉള്ളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഒക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ. മസാല മൂത്ത് വന്നപ്പോൾ ഞാൻ അതിലേക്ക് 1 സ്പൂൺ മുളക് പൊടിയും അര സ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ എടുത്തിരിക്കുന്ന കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മുളക് പൊടി ചേർക്കാം, പക്ഷേ എരിവ് നോക്കണേ. ഇതിലേക്ക് ഒരു അര ഗ്ലാസ് വെള്ളവും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മീൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പുളിക്ക് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് പച്ചമാങ്ങയാണ്. മീനും മാങ്ങയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നല്ല പച്ച കരിയാപ്പിലയും അതുപോലെ തന്നെ നല്ല തേങ്ങാപ്പാലും, കട്ടി തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കണേ. തേങ്ങാപ്പാലും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കറിയൊക്കെ നമ്മുടെ നല്ലപോലെ തിളച്ച് റെഡിയായിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് ഇച്ചിരി പച്ച വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇച്ചിരി പച്ച കരിയാപ്പില. ഇതിലേക്ക് കുറച്ച് തേങ്ങയും ഉള്ളിയും പച്ചമുളകും കരിയാപ്പിലയും ചേർത്ത് കടുക് വറുത്തിട്ടൊന്ന് താളിച്ചെടുത്തു. അപ്പം നമ്മുടെ പച്ചമീൻ മാങ്ങാക്കറിയും പച്ചക്കപ്പ വേവിച്ചതും റെഡിയായിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റ് ഉണ്ട്. താങ്ക് യു.